ഹലോ, മിയാനി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉണക്കച്ചെമ്മീൻ തക്കാളി കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പിടി ഉണക്കച്ചെമ്മീൻ, തീരെ ചെറിയ ഉണക്കച്ചെമ്മീനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതെനിക്ക് ഒരാൾ തന്നതാണ്, എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇത് ഞാനിവിടെ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ വിചാരിച്ചെന്നാൽ ഇത് കറി വെച്ചേക്കാമെന്ന്. അപ്പോൾ ഉണക്കച്ചെമ്മീൻ, ചെറിയുള്ളി ഒരു 5-6 ചെറിയുള്ളി മതി, പച്ചമുളക് ഒരു 4 എണ്ണം കീറിയിട്ടത്, പിന്നെ ഇത് തക്കാളി എന്ന് പറഞ്ഞാൽ ഇത് മണിത്തക്കാളി എന്ന് പറയും ഞങ്ങൾ. ചെറിയ തക്കാളിയില്ലേ, മണിത്തക്കാളി, ഇതും എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഉണക്കച്ചെമ്മീൻ തക്കാളി കറിക്ക് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇനി 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച്, ഗ്യാസ് ഓൺ ചെയ്യട്ടെ, അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് വേകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണ്ടിയ അരപ്പ് തയ്യാറാക്കി കൊണ്ടുവരാം. നമ്മുടെ കറി അടുപ്പത്ത് വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഏകദേശം വെന്ത് വരാറായിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റും കൂടെ നമുക്ക് അടച്ച് വെക്കാം, അപ്പോഴേക്കും വേവും. 2 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, വെന്ത് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരപ്പൊഴിക്കാം. ഈ അരപ്പിലേക്ക് ഞാൻ അരയ്ക്കാൻ എടുത്തിരിക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഒരു 1/2 കപ്പ് തേങ്ങ, 1 നുള്ളു മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1 അല്ലി വെളുത്തുള്ളി. ഇത്രയും സാധനങ്ങളാണ് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചാറിന് ആവശ്യമുള്ള അത്രയും വെള്ളം ഒഴിക്കാം, പക്ഷേ ചൂടുവെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. നമ്മളെപ്പോഴും കറി വെച്ചാലും അതിൽ ചാറ് കൂട്ടിയെടുക്കാൻ വേണ്ടി വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. പച്ചവെള്ളം ഒഴിച്ചാൽ കറിക്ക് ടേസ്റ്റ് വ്യത്യാസമായിരിക്കും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ മിക്സിയുടെ ജാറ് കഴുകി കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കുറച്ചും കൂടെ ചാറ് കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇതിനിപ്പം തേങ്ങ അരച്ചതുകൊണ്ട് തിളച്ച് പൊങ്ങി വരണ്ട, ജസ്റ്റ് ഒന്ന് അരപ്പ് ചൂടാകുന്നവരൊന്ന് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് പിന്നെ കടുക് വറുത്ത് ചേർക്കാം. നമുക്കത് തുറന്ന് നോക്കാം. അരപ്പൊക്കെ ഒരു തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുത്തും കൂടെ ചേർത്താൽ മതി. ഇനി നമുക്ക് കറിക്ക് കടുക് വറുക്കാം. 1 സ്പൂൺ എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില, ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. മൂത്ത് വരട്ടെ. ചുമന്നുള്ളിയും കറിവേപ്പിലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് 1/2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ അരപ്പിനകത്ത് മുളക് പൊടി ഇടാതല്ല അരച്ചേക്കുന്നത്. അപ്പോൾ ഈ കടുക് വറുത്തതിനകത്ത് 1/2 സ്പൂണ് മുളക് പൊടി ഇട്ട് ചേർക്കുമ്പോൾ കറിക്കൊരു നല്ല കളറും, കറിയുടെ മുകളിൽ എണ്ണയിൽ ഇങ്ങനെ മുളക് പൊടി തെളിഞ്ഞ് കിടക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടിപൊളി ചെമ്മീൻ, ഉണക്കച്ചെമ്മീൻ തക്കാളി കറി റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇതാ ഊണ് കഴിക്കാൻ തയ്യാറായിട്ടുണ്ട്. ചോറിലേക്ക് കറിയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. അടിപൊളി കറിയാണ്, നല്ല ടേസ്റ്റുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഇത്ര നല്ല കറിയാകുമ്പോൾ ചോറിനാതെ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ചോറുണ്ടേക്കാം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്